ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ചേന കൊണ്ടുള്ള ഒരു തോരനാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു 1/4 കിലോ ചേന ചെറുതായിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. തോരൻ ഉണ്ടാക്കുമ്പോൾ ചേന എപ്പോഴും ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്താലാണ് വേഗം വെന്ത് കിട്ടുക. കൂടുതൽ വലുപ്പത്തിൽ കട്ട് ചെയ്താൽ വെന്ത് വരാൻ കുറച്ചധികം സമയമെടുക്കും. ഇത് കഴുകി വെച്ചതാണ്. ഇനി ഇതൊരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ചേന വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഒരുപാട് ഒഴിക്കണ്ട, കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. കൂടെ തന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു പച്ചമുളക് കട്ട് ചെയ്തതും കുറച്ച് കറിവേപ്പിലയും ചേർത്തിട്ട് അടച്ചു വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഈ സമയത്ത് ഇതിലേക്ക് ഉപ്പ് ചേർക്കണ്ട. ചേന ഒന്ന് വെന്ത് വരുമ്പോൾ ഉപ്പ് ചേർത്താൽ മതി. അടച്ചു വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി തുറന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് ഒരു 1/4 കപ്പ് തേങ്ങയും ഒരു പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും 1/4 ടീസ്പൂൺ ജീരകവും 5 ചെറിയ ഉള്ളിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് ചതച്ചെടുക്കാം. ഇപ്പോൾ ചേന ഒരുവിധം വെന്ത് വന്നിട്ടുണ്ട്. കുറച്ച് വെള്ളം കൂടി ഇതിലുണ്ട്. ചതച്ചെടുത്ത തേങ്ങാക്കൂട്ട് ഇതിലേക്ക് ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് തേങ്ങയും ഉള്ളിയും ഒക്കെ വെന്ത് വരാൻ 2-3 മിനിറ്റ് അടച്ചു വെക്കാം. അപ്പോഴേക്കും ഇതിലുള്ള വെള്ളമൊക്കെ വറ്റി പാകത്തിന് വെന്ത് കിട്ടും. ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് വറവിടാൻ വേണ്ടിയിട്ട് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ചൂടായാൽ അതിലേക്ക് 1/4 ടീസ്പൂൺ കടുകിട്ടിട്ട് അതൊന്ന് പൊട്ടി വന്നാൽ കുറച്ച് കറിവേപ്പിലയും 2 വറ്റൽമുളകും ചേർത്ത് കൊടുക്കാം. ഇത് മൂത്ത് വന്നാൽ തോരനിലേക്ക് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ചേനത്തോരൻ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമായെന്ന് കരുതുന്നു. അടുത്തു തന്നെ നല്ല റെസിപ്പിയുമായി വീണ്ടും വരാം. താങ്ക് യു.